ലവ് സ്ക്വാഡിന്റെ ലാസ്റ്റ് എപ്പിസോഡൊക്കെ തുടങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഊൺഹോ ജിയൂണിനെ തിരിച്ച് വീടിന്റെ മുമ്പിലൊക്കെ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു എല്ലാവരും നാളെ ഓഫീസിൽ വരണമെന്ന ജിയോന്റെ ഒരു മെസ്സേജ് ഒക്കെ അവന്റെ ശ്രദ്ധയിലും പെടുന്നത്. അങ്ങനെ ഇരിക്കെ ജിയോണും ഉൺഹോയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മൊത്തത്തിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അവനും എന്തോ ഒരു പ്രശ്നമൊക്കെ തോന്നിയിട്ട് അവൻ ജിയോണിനെ കാണുവാനായിട്ട് വീണ്ടും പോകുന്നു. എന്നെ സിഒ സ്ഥാനത്ത് നിന്നും വോ നീക്കം ചെയ്യുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ജോൺ പറയുമ്പോഴത്തേക്കും ഉൺഹോയും അവൾ ഏത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് നല്ലതിനു വേണ്ടി ആയിരിക്കുമെന്നൊക്കെ നന്നായി തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ എന്ത് തീരുമാനം എടുത്താലും അവളുടെ ഒപ്പം തന്നെ ഉണ്ടാവുമെന്ന ഒരു വാക്കൊക്കെ അവൾക്കും കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാ എംപ്ലോയീസിന്റെയും അടുത്തായിട്ട് ജിയോണും ഞാൻ ഇനി മുതൽ കമ്പനിയുടെ സിഇഒ ആയിരിക്കുകയില്ല എന്നും കരിയറുവെ നമ്മുടെ കമ്പനിക്ക് ഏറ്റെടുത്തു എന്നുമൊക്കെ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധാരണ വർക്കിന് വരുന്നത് പോലെ തന്നെ ഇവിടെ വന്ന് വർക്കൊക്കെ ചെയ്യാം. പക്ഷേ കമ്പനി ഇനി മുതൽ നോക്കി നടത്തുക കരിയർ വേ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോണും അവരുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് പോവുകയാണ്. ജോഹോണും ഇതിനെല്ലാത്തിനും പിന്നിൽ എന്റെ അച്ഛനാണോ എന്നൊക്കെ ജിയോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാം തന്നെ എന്റെ മാത്രം തീരുമാനങ്ങളാണ് എന്നായിരുന്നു ജിയോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നീ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നീ പോലും ജിയോനെ തടയാതിരുന്നതെന്നൊക്കെ ഉൺഹോയുടെ അടുത്ത് പോലും ജോഹോൺ ചോദിക്കുന്നൊക്കെയുണ്ട്. ഒരിക്കൽ കമ്പനിയുടെ വിശ്വാസത്തേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയില്ല. മാത്രമല്ല, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു അവസരം ഇതാണെന്നൊക്കെ ജിയോണും മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അവളും ഈ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൺഹോയും ജിയോണെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. ജിഹോണും ഇപ്പോൾ ഊവിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ വർക്കൊക്കെ ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിയോണെ തിരിച്ച് കമ്പനിയിലേക്കൊക്കെ എടുക്കണമെന്ന രീതിക്കായിരുന്നു ജിഹോൺ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ആ കമ്പനിക്ക് വേണ്ടിയാണ് നീ എന്റെ കീഴിൽ വർക്കൊക്കെ ചെയ്യുവാനായിട്ട് പോകുന്നതെങ്കിൽ നിനക്ക് അത്രത്തോളം വിലയൊന്നും ഇല്ല എന്നൊക്കെ വോ പറയുമ്പോഴത്തേക്കും നിങ്ങൾ വെച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് വലുതാണ്. എന്റെ ചേട്ടന് പോലും ആ ഒരു എക്സ്പെക്ടേഷൻസിന്റെ അടുത്തെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരിക്കലും അതിന് കഴിയുകയില്ല എന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. നീ ഒരിക്കലെങ്കിലും എന്റെ ചേട്ടനെ അംഗീകരിക്കുമെന്ന വിശ്വാസത്തിലൊക്കെ ആയിരുന്നു ചേട്ടൻ അവസാനം വരെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ പോലും എന്റെ ചേട്ടനെ അംഗീകരിക്കുവാനായിട്ട് തയ്യാറല്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരിക്കലും എന്റെ ചേട്ടനെ പോലെ ആകുവാനായിട്ട് സാധിക്കുകയില്ലെങ്കിൽ പോലും ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ശ്രമിക്കുന്നതായിരിക്കും. നീയും ദയവ് ചെയ്ത് ജൂൺ ആ ഒരു കമ്പനിക്ക് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ അവനും ബുവിന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നു. ഇപ്പോൾ ജെഹോണും തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തിയതിനു ശേഷം അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും ജിയോണും അവനെ ചെന്ന് കാണുന്നു. നീ അച്ഛന്റെ കൂടെ കൂടുവാനായിട്ടൊക്കെ തീരുമാനിച്ചല്ലേ? എന്തായാലും നിന്റെ അച്ഛനെതിരായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതൊക്കെ ചെയ്തേനെ. പക്ഷേ കമ്പനിയിൽ നിന്ന് പോവുക എന്നത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാൻ ഇപ്പോഴും ഓക്കെ ആണെന്നൊക്കെ ജിയോണും അവന്റെ അടുത്തായിട്ട് പറയുന്നു. ഇപ്പോൾ ജിയോണും ഹൈജിനും തമ്മിൽ എഗ്രിമെന്റ് ഒക്കെ വെച്ചിരിക്കുകയാണ്. അതായത് ജിയോയുടെ കമ്പനി ഇപ്പോൾ ഹൈജിന്റെ കമ്പനിക്കായി മാറിയിരിക്കുന്നു. എന്റെ എംപ്ലോയീസിനെയൊക്കെ നീ നന്നായി നോക്കിക്കോണമെന്നൊക്കെ ജിയോൺ ഹൈജിന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും നിന്റെ കമ്പനിയേക്കാൾ എത്രയോ വലുതാണ് എന്റെ കമ്പനി. അങ്ങനെ ഇരിക്കെ ആ ഒരു കമ്പനിയിലേക്കാണ് ഇപ്പോൾ അവരൊക്കെ വരുവാനായിട്ട് പോകുന്നത്. അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ ഉണ്ടാവുക എന്ന രീതിക്കൊക്കെ ഹൈജിൻ സംസാരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ മോൺഹോ ജിയോന്റെ കൂടെയൊക്കെയാണല്ലോ നിൽക്കുന്നത്. നീ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലൊക്കെയാണ് ഉള്ളത് എങ്കിൽ പോലും ഏത് സമയത്ത് നിനക്ക് എന്നെ സമീപിക്കാമെന്നൊക്കെ ഹൈജിനും ഓൺഹോയുടെ അടുത്തായിട്ടൊക്കെ പറയുന്നുമുണ്ട്. കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും നിന്റെ കമ്പനിയുടെ പേര് പോലും ആരും ഓർത്തിരിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്തതെല്ലാം തന്നെ നിനക്ക് ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ഹൈജിനും ജിയോന്റെ അടുത്തായിട്ടൊക്കെ പറയുന്നു. ബിയോളിനെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ബിയോളും ഓൺഹോനെ ഹഗ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ തന്ന ഹഗ്ഗൊക്കെ കാരണം അച്ഛനും ഒരുപാട് സ്ട്രോങ് ആയില്ലേ? അച്ഛനും ഈ ഒരു ഹഗ്ഗൊക്കെ ചേച്ചിക്ക് കൊടുക്കണം. അങ്ങനെ ഇരിക്കെ ചേച്ചിയും സ്ട്രോങ് ആയി മാറുന്നതായിരിക്കും എന്നൊക്കെ ബിയോളും ഓൺഹോയുടെ അടുത്തായിട്ടൊക്കെ പറയുന്നു. ജിയോണും അവസാനമായിട്ട് കമ്പനിയൊക്കെ കാണുവാനായിട്ട് എത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളും പണ്ട് എല്ലാവരും ഉണ്ടായിരുന്ന ആ ഒരു കമ്പനിയെ കുറിച്ച് എല്ലാം തന്നെ ഓർക്കുന്നു. പിന്നീട് ഓൺഹോയും അവളെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. ഹൈജിനും കമ്പനിയൊക്കെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പീപ്പിൾസ് എന്ന പേരൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എത്രയും വേഗം ഈ ഒരു പേരൊക്കെ മാറ്റിയിട്ട് പുതിയൊരു പേരൊക്കെ കണ്ടുപിടിക്കണമെന്ന് സെക്രട്ടറിയുടെ അടുത്തായിട്ടും കൂടി ഹൈജിൻ പറയുന്നു. പിന്നീട് അവൾ അകത്തേക്കൊക്കെ കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് എംപ്ലോയീസ് ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തതെന്നൊക്കെ സംശയിച്ചുകൊണ്ട് അവളും സിഒയുടെ റൂമിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ അവരുടെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ അവിടെ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കിമ്മും ഗ്യോറിമും ക്യുഹയും ക്വാഹിയും കൂടി ഒന്നിച്ചൊക്കെ ഇരിക്കുകയാണ്. അവർ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിക്കുന്നുമുണ്ട്. ഹൈജിന്റെ കൂടെ വർക്ക് ചെയ്യുവാനായിട്ട് താല്പര്യമില്ലാതെ ആയിരുന്നു അവർ റെസിഗ്നേഷൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഉടനെ തന്നെ മറ്റൊരു ജോലിയൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു ജോലിയൊക്കെ കണ്ടെത്തുവാനായിട്ടും ശ്രമിക്കുന്നു. പീപ്പിൾസ് കമ്പനിയിലെ എല്ലാവരെയും കൂടെ ആയിട്ടായിരുന്നു
ഹൈജിന് പണമൊക്കെ കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 90% എംപ്ലോയീസ് ഒന്നും തന്നെ കമ്പനിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ബാക്കിയുള്ളവരെ അറിയിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നടപടി കണ്ടെത്തിയേ മതിയാകൂ എന്നൊക്കെ ഇപ്പോൾ സെക്രട്ടറിയും ഹൈജിന്റെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കായിരുന്നു ഹൈജിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസും അവളുടെ അടുത്തേക്ക് എത്തുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്കോണിക് കമ്പനിയുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന പാർക്ക് ഇപ്പോൾ സ്വമേധയാ പോലീസിന് കീഴടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല പാർക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായിട്ട് തുറന്നു പറയിക്കും. ആ ഒരു തുറന്നു പറച്ചിലിൽ ഹൈജിന്റെ പേരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസും ഹൈജിനെ തേടി എത്തിയിട്ടുണ്ടായിരുന്നത്. എന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പലരും ഈ ഒരു ഫ്രോഡിന്റെ ഭാഗമാണ് എങ്കിൽ പോലും അവരും ഹൈജിനും കൂടി പറഞ്ഞതുകൊണ്ടായിരുന്നു ഞാനും ഈ ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഐക്കോണിക് കമ്പനിയുടെ സിഇഒയും തുറന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന കെററുവയുടെ ശരിക്കുമുള്ള സിഇഒ ലീയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ജിയോണും പോലീസുമായിട്ടൊക്കെ തുറന്നു പറയുകയാണ്. അതായത് അന്ന് സിഒ ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രോഡ് പരിപാടി കാരണമൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഫ്രോഡ് പണി കാണിച്ചിട്ടുണ്ടായിരുന്നത് ഹൈജിനാണെന്നൊക്കെ അവളും മൊഴി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഹൈജിനും ജിയോനെ കാണുന്ന സമയത്ത് അവളുടെ അടുത്തും ഒരുപാട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. എങ്കിൽ പോലും പണ്ട് ഞാൻ നിന്നെ വെറുതെയൊക്കെ വിട്ടതായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴെങ്കിലും സിഒ ലീയുടെ മരണത്തിനുള്ള ഉത്തരവാദി നീയാണെന്നുള്ള കാര്യം ലോകം മുഴുവൻ അറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അയാളുടെ ആത്മാവിനൊക്കെ ശാന്തി കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ് ജിയോൺ പോലും പറയുന്നത്. ഇപ്പോൾ മിയയും ഹസ്ബൻഡും കൂടി സംസാരിക്കുകയൊക്കെയാണ്. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ? അങ്ങനെയിരിക്കെ പീപ്പിൾസ് കമ്പനിയുടെ സിഇഒ ഒക്കെ ആയിട്ട് ജിയോണിന് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴത്തേക്കും അതിനി ഒരിക്കലും സാധിക്കുകയില്ല. ഹൈജിന് ഓൾറെഡി കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തന്നെ മുടക്കിയിട്ട് ജിയോന്റെ കമ്പനിയൊക്കെ മേടിച്ചതാണ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ ഹൈജിന്റെ കമ്പനിക്ക് കൂടിയാണ് കൂടുതൽ നഷ്ടമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ജിയോണും ഉണഹോയ്ക്കും പഴയതുപോലെ ആ ഒരു കമ്പനിയിൽ ഇനി വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നും മറ്റൊരു ജോലിക്ക് അവർ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുമൊക്കെ ഇപ്പോൾ മിയയായി പോലും പറയുന്നു. ജിയോണും ഉണഹോയും ജോലിയൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അതിന്റെ യാതൊരു വിധത്തിലുള്ള ടെൻഷനുമില്ല. അവരും കുറെ നേരമൊക്കെ കിടന്നുറങ്ങുകയും അതുപോലെ തന്നെ എണീറ്റതിനു ശേഷം ടി.വി. ഷോസ് ഒക്കെ കണ്ടിരിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ അവരും ഒരു റെസ്റ്റോറന്റിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഉൺഹോയുടെ ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് ഒക്കെ ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവർ നടക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും വലിയൊരു മഴയൊക്കെ പെയ്യുന്നു. അങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന കടയിലൊക്കെ പോയിട്ട് ഡ്രിങ്ക്സും കുടിക്കുന്നു. അവരും അങ്ങനെ മൊത്തത്തിൽ ഹാപ്പിയൊക്കെ ആയിട്ട് ലൈഫൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോഷോപ്പിലൊക്കെ പോയിട്ട് അവരും ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുമുണ്ട്. ടീച്ചറും ഇപ്പോൾ ഹസ്ബൻഡിന്റെ അടക്കിയ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ വോവും നിൽപ്പുണ്ടായിരുന്നു. വോവും ടീച്ചറിനെ കാണുമ്പോഴത്തേക്കും പോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും ടീച്ചറും കയ്യിലുണ്ടായിരുന്ന 2 ഫോട്ടോസൊക്കെ വോവിനെയും ഏൽപ്പിക്കുന്നു. എന്റെ ഹസ്ബൻഡിന് ഏറ്റവും കൂടുതൽ സന്തോഷമൊക്കെ നിറഞ്ഞ നിമിഷത്തിലെടുത്ത ഫോട്ടോസാണ് ഇതേന്ന് അവൻ എന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഒരുപാട് വേദനിച്ച സമയത്ത് ഞാനും അവന്റെ ഒപ്പമൊക്കെ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. മറിച്ച് ഞാൻ അവനെ വെറുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്റെ അടുത്ത് വെറുപ്പുണ്ടായിരുന്ന കാര്യമെല്ലാം തന്നെ എനിക്ക് നന്നായി തന്നെ അറിയാം. അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. എങ്കിൽ പോലും എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് നിങ്ങൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെഹ്ഹൂന്റെ അടുത്ത് ചെയ്യുവാനായിട്ട് പാടില്ല. ചെഹ്ഹൂൺ ഒരിക്കലും നിങ്ങളെ വെറുത്തിട്ടുണ്ടായിരുന്നില്ല. അവൻ നിങ്ങളുടെ അടുത്ത് ക്ഷമിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളും അവനെ നന്നായി തന്നെ നോക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ വൂന്റെ അടുത്ത് ടീച്ചറും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.